ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ആദ്യത്തെ യൂണിറ്റ് ഇക്കായി ഏക്. ഇക്കായി ഏക് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് 1. ഏതാണ്? ദുലാരെ പൽ. ദുലാരെ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ട. ദുലാരെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട. പൽ എന്ന് പറഞ്ഞാലോ? പൽ എന്ന് പറഞ്ഞാൽ നിമിഷം. അപ്പം ആ പ്രിയപ്പെട്ട നിമിഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ? ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തിനെയാണ് കാണിച്ചിരിക്കുന്നത്? സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. താഴെ എന്താണ്? റോസപ്പൂവിലൊക്കെ പൂമ്പാറ്റകൾ വന്നിരിക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? തത്തയൊക്കെ ഇങ്ങനെ ആകാശത്ത് കൂടെ പറന്ന് നടക്കുന്ന പറന്നു പോകുന്ന ഒരു ചിത്രവും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്താ കാണിക്കുന്നത് കണ്ടോ? ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ പ്രകൃതിയെയാണ് കാണിക്കുന്നത് അല്ലേ? പ്രകൃതി എന്തുമാത്രം മനോഹരമാണ് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? നമുക്ക് ചുറ്റും, നമ്മുടെ വീടിൻ്റെ ചുറ്റും നോക്കിയാൽ തന്നെ എന്ത് കാണാം? നമുക്ക് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തുമ്പിയും പൂമ്പാറ്റയും ഒക്കെ വന്നിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ കിളികൾ നമ്മുടെ വീടിന് ചുറ്റും വരുന്നത് കാണാം അല്ലേ? അതുപോലെ രാത്രി നേരത്ത് പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കിളികൾ കൂടണയാൻ വേണ്ടി ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോകുന്നത് കാണാം, ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പ്രകൃതിയെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യത്തെ യൂണിറ്റാണ് ധൂപ്പ് ആ ഗൈ. ധൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ അല്ലെങ്കിൽ എന്താണ്? സൂര്യപ്രകാശം. അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ധൂപ്പ് എന്ന് പറയാം. ഓക്കെ, ആ ഗൈ എന്ന് പറഞ്ഞാൽ എന്താ? ആന എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ ധൂപ്പ് ആ ഗൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യപ്രകാശം വന്നു അല്ലേ? വെയിൽ വന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രഭാതമായി എന്നാണ് പറയുന്നത്. എഴുതിയിരിക്കുന്ന ആരാണ്? പ്രയാഗ് ശുക്ലയാണ് ധൂപ്പ് ആ ഗൈ എന്ന കവിത എഴുതിയിരിക്കുന്നത്. ओके, धूप आ गई सुबह सुबह की, कलियाँ प्यारी प्यारी महकीम, कलियाँ क्यारी क्यारी महकीम, कलियाँ इतनी सारी महकीम, हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. ഓക്കെ, ഇനി നമുക്ക് ഓരോ പാരഗ്രാഫായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞു തരാം. പുതിയ വാക്കുകളുടെ അർത്ഥം ആദ്യം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ അർത്ഥം ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ കവിതയുടെ ഓരോ വരി വായിക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ടാണ് അർത്ഥം ആദ്യം പറഞ്ഞു തന്നിട്ട് പിന്നെ ഈ കവിതയിലേക്ക് പോകുന്നത്. ഓക്കെ, അർത്ഥം നോക്കാം നമുക്ക്. ധൂപ്പ് സൺലൈറ്റ്, സൂര്യപ്രകാശം. സുബഹ്, സുബഹ് എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ, മോർണിംഗ്. കലി എന്ന് പറഞ്ഞാൽ ബഡ്, പൂവിൻ്റെ മൊട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലി എന്ന് പറയുന്നത്. ക്യാരി, ഫ്ലവർ ബെഡ്, പൂത്തടം. ഇപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലാണ് പൂ വയ്ക്കുന്നതെങ്കിൽ എന്താണ്? ആ ചെടിച്ചട്ടിയിലുള്ള മണ്ണൊക്കെ ഉണ്ടല്ലോ, ചെടിച്ചട്ടിയിലാണ് പൂ വയ്ക്കുന്നതെങ്കിൽ പൂത്തടം എന്താണ്? ചെടിച്ചട്ടിയാണ്. അല്ല നമ്മൾ നിലത്താണ്, മണ്ണിലാണ് പൂ വയ്ക്കുന്നതെങ്കിൽ ആ മണ്ണ്, ആ ചെടി നിൽക്കുന്ന ആ ഭാഗത്തെ മണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരി എന്ന് പറയുന്നത്. മെഹക്കി, സ്മെൽ, ഫ്രാഗ്രൻസ്, വാസന. മെഹക്കി, പൂവിൻ്റെ ഒക്കെ ഒരു മണം വരുമല്ലോ അല്ലേ? മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരില്ലേ? അതിനെയാണ് മെഹക്ക് എന്ന് പറയുക, അതിൻ്റെ വാസന. പ്യാരി, ലൗലി, മനോഹരമാണ് അല്ലേ? പ്യാരി പ്യാരി ഫൂൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് മനോഹരമായ പൂക്കളാണ് അല്ലേ? ടണ്ടി ടണ്ടി, കൂൾ കൂൾ, തണുത്തത്, തണുത്തതിന് പറയുന്നതാണ് ടണ്ട. ഹവ, ബ്രീസ്, കാറ്റിനെയാണ് ഹവ എന്ന് പറയുന്നത്. ഘൂം എന്ന് പറഞ്ഞാൽ എന്താ? റോം, ചുറ്റി നടക്കുക. ഘൂമന എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കുക. ചിടിയ, ബേർഡ്, പക്ഷി. ഫുദക്കന എന്ന് പറഞ്ഞാൽ എന്താ? ഫുദക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചാടുക, ജമ്പ്. ചെഹക്കന, കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടല്ലോ. ചെഹക്കന എന്ന് പറഞ്ഞാൽ എന്താ? ചിർപ്പിയ, അതായത് ആ കിളികളുടെ ആ ചിലയ്ക്കുന്ന ആ ശബ്ദം, പക്ഷികളുടെ ശബ്ദം. ഉടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൈ, പറക്കുക അല്ലേ? കിളികൾ എന്താ ചെയ്യുക? പറക്കുകയാണ് ചെയ്യുക. അപ്പോൾ പറക്കുകയ്ക്ക് ഹിന്ദിയിൽ നമ്മൾ പറയുന്നതാണ് ഉഡന. ഓക്കെ, ഇനി നമുക്ക് കവിത നോക്കാം ലൈൻ ബൈ ലൈൻ ആയിട്ടും. അത് ആദ്യം നമുക്ക് ആ കവിത ഒന്ന് വായിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോ ലൈനിൻ്റെയും മീനിങ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് മൊത്തം കവിത ഒന്ന് വായിച്ച് നോക്കാം.
धूप आ गई सुबह सुबह की, कलियाँ प्यारी प्यारी महकीम. कलियाँ क्यारी क्यारी महकीम. कलियाँ इतनी सारी महकीम. हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी. उड़ती उड़ती आई चिड़िया, फुदक फुदक कर വേ ബി ചഹക്കി. ഓക്കെ, നമുക്ക് ഓരോ പാരഗ്രാഫായിട്ട് നോക്കാം. ഓക്കെ, ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയാ പ്യാരി പ്യാരി മെഹക്കീം. കലിയാ ക്യാരി ക്യാരി മെഹക്കീം. കലിയാ ഇത്തിനി സാരി മെഹക്കീം. ഓക്കെ, അപ്പം എന്താ പറയുന്നത് ഓരോ ലൈനായിട്ട് നോക്കാം. ധൂപ് ആ ഗയി എന്താണ്, വെയിൽ വന്നു അല്ലേ, അല്ലെങ്കിൽ സൂര്യപ്രകാശം വന്നു. സുബഹ് സുബഹ് കി, സുബഹ് എന്ന് പറഞ്ഞാൽ എന്താ, സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, മോർണിംഗ് എന്നാണ് അർത്ഥം. അപ്പോൾ രാവിലെ ആയി അല്ലേ, അപ്പോൾ ആ വെയിൽ വന്നതോടുകൂടി നമ്മുടെ ചുറ്റുമാകെ പ്രകാശം നിറഞ്ഞു അല്ലേ, അതാണ് പറയുന്നത്. കലിയാം പ്യാരി പ്യാരി മെഹക്കി. കലിയാം എന്ന് പറഞ്ഞാൽ ഇതാണ്, പൂമൊട്ടുകളെയാണ് എന്ത് പറയുന്നത്, കലിയാം എന്ന് പറയുന്നത്, പൂവിൻ്റെ മൊട്ടുകൾ. പ്യാരി പ്യാരി മെഹക്കി, പ്യാരി എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, അത്രയും ഭംഗിയുള്ള ആ പൂമൊട്ടുകൾ, അത്രയും ഓമനത്വമുള്ള ആ പൂമൊട്ടുകൾ. മെഹക്കീം, മെഹക്കീം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആകെ സുഗന്ധം പരത്തി അല്ലേ, അതിൻ്റെ ഒരു വാസന അവിടെ ആകെ പരത്തി. കലിയാം ക്യാരി ക്യാരി മെഹക്കീം. കലിയാം ഈ പൂമൊട്ടുകൾ അല്ലെങ്കിൽ ഈ വിടരാനായിട്ട് നിൽക്കുന്ന പൂമുട്ടുകൾ. ക്യാരി ക്യാരി, ക്യാരി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വീട്ടുമുറ്റത്താണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന അതിൻ്റെ വേരുകൾ നിൽക്കുന്ന ആ തടമുണ്ടല്ലോ, ആ പൂ തടത്തിനെയാണ് എന്ത് പറയുന്നത്, ക്യാരി എന്ന് പറയുന്നത്. മുട്ടുകൾ, ആ നല്ല ഓമനത്വമുള്ള അല്ലെങ്കിൽ നമുക്ക് ആ കാണുമ്പോൾ ഒരു സ്നേഹം തോന്നിക്കുന്ന ആ പൂമുട്ടുകൾ അവിടെ ആകെ സുഗന്ധം പരത്തിയെന്നാണ് പറയുന്നത്. ആ മുട്ടുകളിൽ നിന്ന് മാത്രമല്ല ആ നല്ലൊരു സുഗന്ധം വരുന്നത്, ആ പൂമുട്ടുകളുടെ സുഗന്ധം അല്ലെങ്കിൽ ആ പൂവിൻ്റെ സുഗന്ധം എവിടെ വരെ ഉണ്ടെന്നാണ് പറയുന്നത്, അതിൻ്റെ തടത്തിൽ പോലും, പൂവിൻ്റെ ആ തടങ്ങളിൽ പോലും ആ പൂവിൻ്റെ മണം ഉണ്ടോ. ഇതൊരു മുല്ലപ്പൂവിൻ്റെ ചെടിയാണ് അല്ലേ, മുല്ലച്ചെടിയാണ്. അപ്പോൾ എന്താണ്, അതിൻ്റെ മുകളിൽ മുട്ടുകളും പൂവുകളും ഒക്കെ ആകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം മുല്ലമുട്ടുകൾ വിരിയുമ്പോൾ അല്ലേ, മുല്ലമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും അല്ല സുഗന്ധമായിരിക്കും അല്ലേ. വൈകുന്നേരമൊക്കെ നമ്മൾ വീടിൻ്റെ ഉമ്മർത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആ സുഗന്ധം വരുന്നത് പോലെ തോന്നും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ആ മുല്ലപ്പൂവിൻ്റെ ആ ഒരു പൂവിൻ്റെ മൊട്ടിൻ്റെ സുഗന്ധം ആ മൊട്ടിൽ മാത്രമല്ല, എന്താണ് അതിൻ്റെ തടങ്ങളിൽ പോലും. കണ്ടോ, നമ്മൾ നിലത്താണ് വെക്കുന്നതെങ്കിൽ ആ മണ്ണിൽ അതിൻ്റെ തടത്തിനെ പറയും, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളെങ്കിൽ ആ ചട്ടീനെയാണ്, ആ ചട്ടിയിലുള്ള അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലവർ ബെഡ് അല്ലെങ്കിൽ പൂത്തടം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഹിന്ദി ബുദ്ധിമുട്ടുള്ളവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ലൈൻ നോക്കാം. കലിയാം ഇത്തിനി സാരി മെഹക്കി. അപ്പോൾ എത്ര അധികം, നമ്മൾ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ എത്ര അധികം മൊട്ടുകളാണ് ആ ഒരു ചെടിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തിനി സാരി എന്ന് പറഞ്ഞാൽ എന്താ, ഇത്ര അധികം അല്ലേ, മെഹക്കി. അപ്പോൾ ആ പൂമൊട്ടുകൾ, എല്ലാ മൊട്ടുകളിൽ നിന്നും, ഇത്ര അധികം പൂമൊട്ടുകളിൽ നിന്നൊക്കെ ആ ചുറ്റും അങ്ങനെ സുഗന്ധം പരക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी. उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. എന്താ പറയുന്നത്, ഹവ ബഹ് രഹി, ഹവ ബഹ് രഹി ടണ്ടി ടണ്ടി. ഹവ എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റ്, വിണ്ട് അല്ലേ, വിണ്ടിനെയാണ്, കാറ്റിനെയാണ് പറയുന്നത്. ബഹരഹി എന്ന് പറഞ്ഞാൽ എന്താ, ബഹന എന്ന് പറഞ്ഞാൽ ഒഴുകുക അല്ലേ. അപ്പോൾ കാറ്റ് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നടക്കുകയാണ്. എങ്ങനത്തെ കാറ്റാണെന്നാ പറയുന്നത്, ടണ്ടി ടണ്ടി, വളരെ തണുത്ത കാറ്റാണെന്നാണ് പറയുന്നത്. കണ്ടോ, ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇലകളൊക്കെ താഴേക്ക് വീഴുന്നത് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആകെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ കാറ്റാണെന്നാണ് പറയുന്നത്, ടണ്ടി ടണ്ടി, വളരെ തണുത്ത കാറ്റാണ് അവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഗൂമ രഹി വഹ് ബഹക്കി ബഹക്കി. ഗൂമന എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കറങ്ങുക അല്ലേ, നമ്മളിങ്ങനെ ചുറ്റി നടക്കുന്നതിനാണ് എന്തെന്ന് പറയുക, ഗൂമന എന്ന് പറയുക. അപ്പോൾ ഗൂമ രഹി വഹ് ബഹക്കി ബഹക്കി, ആലസ്യത്തിൽ അല്ലേ, ബഹക്കന എന്ന് പറഞ്ഞ ഒരു ആലസ്യത്തിൽ, അല്ലെങ്കിൽ എന്താണ് എവിടേക്കാണ് എത്തേണ്ടതെന്ന് അറിയാതെ വെറുതെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. കണ്ടോ, ഈ കിളികളൊക്കെ ഇങ്ങനെ പറന്ന് വരികയാണ് അല്ലേ. ഉടുന്ന എന്ന് പറഞ്ഞാൽ പറക്കുക എന്നാണ് അർത്ഥം.
അപ്പോൾ ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, അങ്ങനെ പറന്നുകൊണ്ട് ആന ആയി എന്നൊക്കെ പറഞ്ഞാൽ എന്താ മീനിങ്? വന്നു. ചിടിയാം, ആര് വന്നു? കിളികൾ ഇങ്ങനെ പറന്ന് വന്നു. ആരാ വന്നത്? കിളികളാണ് വന്നത്. ഫുദക്ക് ഫുദക്ക് കർ വേബി ചെഹക്കി, എങ്ങനെയാണ് അവര്? ഫുദക്കിന എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം. ഈ കിളികളൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ചാടിക്കൊണ്ടാണ് നടക്കുക അല്ലേ? അപ്പം അതിനെയാണ്, ആ ചാട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? ഫുദക്ക് കർ വേബി എന്ന് പറഞ്ഞാൽ അവരും, ചെഹക്കി കിളികൾ ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ, അതിനെയാണ് ചെഹക്കന എന്ന് പറയുക. ഓക്കെ, ഗ്രാഫിൽ എന്തൊക്കെ പറഞ്ഞു? ഹവ ബഹരഹി ടണ്ടി, നല്ല തണുത്ത കാറ്റിങ്ങനെ, ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഘൂമരഹി വഹ് ബഹക്കി, ഇങ്ങനെ ഒരു ആലസ്യത്തോടു കൂടി എല്ലായിടത്തും ഇങ്ങനെ ഘൂമന ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടുത്തി ആയി ചിടിയാം, കിളികൾ ചിടിയാം എങ്ങനെയാണ് വന്നത്? ഉഡ്ന, പറന്നുകൊണ്ടാണ് വന്നത്. ഫുദക്ക് കർ വേബി ചെഹക്കി, ഫുദക്ക് എന്ന് പറഞ്ഞാൽ ചാടിക്കൊണ്ട്, വേബി ചെഹക്കി അവരുണ്ടാക്കുന്ന ആ ഒരു ചിർപ്പിംഗ് സൗണ്ട് ഇല്ലേ, ആ ശബ്ദത്തെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെയാണ് ചെഹക്കന എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കവിത വരുന്നത്. ഇനി എന്താണ്? രംഗ് ബരെ, ഇവിടെ എന്താണ്? കളർ കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. യഹ് കലി ഹെ, കലി എന്ന് പറഞ്ഞാൽ എന്താ? പൂമൊട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെന്താണ്? യഹ് ചിടിയാ ഹെ, എന്താണ്? ഇതൊരു കിളിയാണ് അല്ലെ, ഒരു പക്ഷിയാണ് എന്നാണ് പറയുന്നത്. ഇനി എന്താ താഴെ കൊടുത്തിട്ടുള്ളത്? പല നിറങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ലാൽ എന്ന് പറഞ്ഞാൽ ഏതാ? ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തിനെയാണ് പറയുന്നത്. ഹര എന്ന് പറഞ്ഞാൽ ഏതാ? പച്ച നിറമാണ്. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറമാണ്. നീല എന്ന് പറഞ്ഞാൽ നീല നിറമാണ്. അടുത്തത് എന്താണ്? ശബ്ദ പഹചാനെ കവിതാമേ രേഖാങ്കിത് കരെ, ഇവിടെ താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് എവിടെയാണ് കവിതയിൽ വരുന്നത്? അത് നിങ്ങളോട് പറയാനാണ്, അവിടെ നിങ്ങളോട് എന്താണ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? കലിയാം എവിടെയൊക്കെയാണ് കലിയാം വരുന്നത്? കുറേ സ്ഥലത്തുണ്ട് അല്ലേ. കലിയാം കണ്ട, കലിയാമുണ്ട്. ഇനി അടുത്ത വേർഡ് ഏതാണ്? അടുത്തത് ക്യാരി, കണ്ടോ പച്ച കളറിൽ പച്ച നിറത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ക്യാരി. ഇതാണ് ക്യാരി, കണ്ടോ ക്യാരി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ്. അടുത്തത് ഏതാ? ഹവ ആണ്. ആദ്യത്തെ പേജിൽ കഴിഞ്ഞു, രണ്ടാമത്തെ പേജിലാണ് ഹവ. കണ്ടോ, ഹവ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ്, വിണ്ട് അല്ലേ. ഹവ ഉണ്ട്. ഇനി മഞ്ഞ ബലൂണിൽ ചിടിയാം, ഇപ്പോൾ കണ്ടത് ചിടിയാം. ഇതാ ഇവിടെയാണ് നമ്മൾ ചിടിയാം കണ്ടത്. കണ്ടോ, ചിടിയാം എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷികൾ. ഇനി ലാസ്റ്റ് എന്താണ്? ധൂപ്പ് അല്ലേ. കവിതയുടെ പേര് തന്നെ എന്തായിരുന്നു? ധൂപ്പ് ആ ഗയി അല്ലേ. അപ്പോൾ കവിതയിൽ ഇതാ കണ്ടോ, ധൂപ്പ് ഇവിടെയാണുള്ളത്. അപ്പോൾ അതായിരുന്നു ഒരു ആക്ടിവിറ്റി. ഇതിലെല്ലാ വേർഡ്സും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലെസൺ വരുന്നത്, 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദി. ആ ലെസൻ്റെ മീനിങ്സും അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്